ഇന്നത്തെ കേരളത്തിൻ്റെ ഈ മയക്കുമരുന്നും കഞ്ചാവും വിൽപ്പനയൊക്കെ ഏറ്റവും ശക്തമായതിൽ സത്യം പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇത് തുടക്കത്തിലെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഈ മാഫിയയെ കയറൂരി വിട്ടു. ഇതിൻ്റെയൊക്കെ ദുരന്തമാണ് ഇന്ന് സംസ്ഥാനത്തുണ്ടാവുന്ന കൊലപാതകങ്ങളും മറ്റ് സംഭവവികാസങ്ങളൊക്കെ. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇതിൽ നിന്നും കരകയറാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഇന്ന് ഈ മയക്കുമരുന്നിനൊക്കെ എതിരായിട്ടുള്ള പോരാട്ടം നടത്തുകയാണ്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അതിൻ്റെ മറവിൽ സ്വന്തം ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇന്നലെ ശിവൻകുട്ടി പറഞ്ഞത് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെ കുറിച്ചാണ്. അതോടൊപ്പം ചുവപ്പുവൽക്കരണവും അപകടമാണ് എന്ന ശിവൻകുട്ടി തന്നെയാണ് ഈ ടീഷർട്ട് ഇന്നലെ റിലീസ് ചെയ്തത്. അതിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം. മുഖ്യമന്ത്രിയുടെ ചിത്രത്തിന് ഇവിടെ എന്താ പ്രസക്തി, എന്താ? അപ്പോൾ ഇതിൻ്റെ മറവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. യഥാർത്ഥ കുറ്റവാളികൾ തന്നെയാണ് ഈ സർക്കാരാണ് യഥാർത്ഥ കുറ്റവാളി ഇന്നത്തെ അവസ്ഥയ്ക്ക്. ഇത് മാത്രമല്ല, എക്സൈസ് മന്ത്രി പറഞ്ഞത് കള്ള് ഷാപ്പുകളെ ജനകീയവൽക്കരിക്കാൻ പോവാണ്. കള്ള് ഷാപ്പിൽ ഭക്ഷണവും മറ്റും വെച്ചുകൊണ്ട് കുടുംബസമേതം ഷാപ്പുകൾ സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നതാണ് മന്ത്രി പറയുന്നത്. ഒരേ സമയം പണ്ട് പറഞ്ഞ പോലെ മുയലിനോടൊപ്പം ഓടുകയും വേട്ടപ്പട്ടിയോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതുകൊണ്ട് ഈ ടീഷർട്ട് ഏർപ്പാട്, മുഖ്യമന്ത്രിയുടെ ചിത്രം പതിച്ചത് പിൻവലിക്കണം. അല്ലെങ്കിൽ ശക്തമായിട്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഈ ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥയ്ക്ക് മുഖ്യപ്രതി മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം ഈ മാഫിയനെ, മദ്യമാഫിയയും അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് മാഫിയയും കയറൂരി വിട്ട മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഉത്തരവാദി മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ അതിൻ്റെ മറവിൽ സ്വന്തം ഇമേജ് ഉണ്ടാക്കാനും നോക്കുകയാണ്. ഇത് അനുവദിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ IT പാർക്കിലും മദ്യം വിളമ്പാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ മദ്യത്തിനെ ഇങ്ങനെ കയറൂരി ഇട്ടിരിക്കുക മദ്യമേഖലയെ. എന്നിട്ട് പ്രതിജ്ഞ എടുക്കുക. ഒരു കാര്യമില്ല പ്രതിജ്ഞ എടുത്തിട്ട്. ഇതിനെ കയറൂരി വിടുന്നവർ തന്നെ പ്രതിജ്ഞാവാചകം ചൊല്ലി കൊടുക്കും. അതിപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞ് ഇവരാണ് ഫുൾ ക്രെഡിറ്റ് എന്ന്. അവർ പറഞ്ഞ് അവരാണ്. സത്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി നടക്കില്ലായിരുന്നു. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം ഉള്ളത്, ഈ അതിസുരക്ഷാ മേഖലയിൽ എങ്ങനെ മുഖ്യമന്ത്രിയുടെ കുടുംബം അവിടെ വന്നു? ശിവൻകുട്ടി പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞായതുകൊണ്ട് മുഖ്യമന്ത്രി കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നതാണ് പറഞ്ഞത്. ഇങ്ങനെ ഇത്രയും സുരക്ഷിതത്വമുള്ള ഒരു മേഖല, അതും പ്രധാനമന്ത്രി വരാൻ പോവാണ്. ഇങ്ങനെ ഒരു അവസരത്തിൽ ഫാമിലിയായിട്ട് മുഖ്യമന്ത്രി അവിടെ ചെന്ന് തെറ്റാണ്, പ്രോട്ടോകോൾ ലംഘനമാണ്. മാത്രമല്ല, ഈ സന്ദർശനം ഔദ്യോഗിക സന്ദർശനമാണെങ്കിൽ എന്തുകൊണ്ട് ലോക്കൽ MP അറിയിച്ചില്ല? എന്തുകൊണ്ട് ലോക്കൽ MLA അറിയിച്ചില്ല? അപ്പോൾ സ്വന്തം കുടുംബം മാത്രം മതിയോ? ഒന്ന് അവിടെ ചെന്ന് കുടുംബമായിട്ട് ചെന്നത് തെറ്റ്. 2 സ്ഥലം MLA MP അറിയിക്കാത്തത് തെറ്റ്. അപ്പോൾ എന്തും ചെയ്യാം. അത് സ്വന്തം പാർട്ടിയിൽ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല, അത് അവരുടെ കാര്യം. പക്ഷേ ഗവൺമെൻറ്റിനെയും കേരളത്തിനെയും സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് മാറ്റാനാണ് ശ്രമമെങ്കിൽ ഞങ്ങളിത് അംഗീകരിക്കില്ല. തുറന്ന് എതിർക്കേണ്ട കാര്യം എതിർക്കുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രി ചെയ്ത തെറ്റാണ്, പ്രോട്ടോകോൾ ലംഘനമാണ്. അതിനേക്കാൾ ഉപരിയായി സെക്യൂരിറ്റി ത്രെട്ട് നടത്തിയത് മുഖ്യമന്ത്രി തന്നെയാണ്. അല്ല, മാധ്യമങ്ങൾ പറഞ്ഞനുസരിച്ചാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടില്ല. ആ കാര്യം ഞങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കും. ഒരു സാമാന്യ മര്യാദ വേണ്ടേ? ഒരു പരിപാടിയിൽ, ഒരു ഔദ്യോഗിക പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ട ഒരു സാമാന്യ മര്യാദ പോലും ചെയ്യാൻ ഇവർ തയ്യാറായിട്ടില്ല. കാരണം പ്രതിപക്ഷ നേതാവ് പങ്കെടുത്താൽ
ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതി എന്ന് പറയുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് മനഃപൂർവ്വം ക്ഷണിക്കാതിരുന്നു. അവസാനം വിവാദം വന്നപ്പോൾ ഒരു കത്ത് കൊടുത്തു. പക്ഷേ കത്തുകൊണ്ട് കാര്യമില്ല. പ്രധാനമന്ത്രി വരുന്നൊരു ചടങ്ങിൽ 3 ദിവസം മുമ്പ് തന്നെ പ്രാസംഗികയുടെ ലിസ്റ്റും കാര്യങ്ങളും ഡൽഹിയിൽ നിന്ന് അംഗീകരിച്ച് വരണം. കേരളം മാത്രം തീരുമാനിച്ചാൽ പോരാ. പിന്നെ എങ്ങനെയാണ് ഇന്നലെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ മാത്രം കൊണ്ട് കാര്യം നടക്കുമോ? പ്രതിപക്ഷ നേതാവിന് സ്റ്റേജിൽ കയറാൻ പറ്റുമോ? ശരിക്കല്ല, ഇന്ത്യ ഗവൺമെൻറ് പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിക്കാത്തിടത്തോളം കാലം ഒരാൾക്ക് സ്റ്റേജിൽ കയറാൻ പറ്റില്ല. പിന്നെ എന്തിനാ വെറുതെ പ്രതിപക്ഷ നേതാവിനെ ഇപ്പോൾ വിളിച്ചു എന്ന് പറയാൻ അവമാനിക്കുക? അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അങ്ങനെ പറ്റിക്കാനൊന്നും മുഖ്യമന്ത്രി ശ്രമിക്കേണ്ട. എന്ത് മുഖ്യമന്ത്രി തലകുത്തി പറഞ്ഞാലും ശരി, വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ പേരെ ജനത്തിൻ്റെ മനസ്സിൽ വരൂ. ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ പോലും കെ കരുണാകരൻ്റെ പേര് പറയുന്നത് പോലെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉമ്മൻചാണ്ടിയുടെ പേരെ പറയുള്ളൂ. ഒരു സംശയം അക്കാര്യത്തിലില്ല.